സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു വെളിയിലൊക്കെ ആയിരുന്നു ഒന്ന് ഒരു പത്രസമ്മേളനം കണ്ടു. എന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം, പുള്ളിയെ പിടിക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, പോലീസ് പുള്ളിയെ എപ്പോൾ വേണേൽ പിടിക്കാം. പക്ഷേ എന്തോ ഒരു പുള്ളിയെ കോൺഗ്രസ്സുകാർ മറച്ചു വെച്ചുകൊണ്ടിരിക്കുക, എപ്പോൾ വേണേൽ പിടിക്കാം. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ മാങ്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെ ഒരു പ്രതി ആയിട്ടുള്ളൊരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്. അയാളെ പിടിക്കാനൊക്കത്തില്ല. അയാളെ അറിയാൻ വയ്യാത്തത് നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അയാളെ അറിയാം. അല്ലാതെ ബണ്ടിച്ചോറിനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ അതുപോലുള്ള കേസ് കെട്ടുകളിൽ അകപ്പെട്ടതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അയാളെ അറസ്റ്റ് ചെയ്യാൻ വയ്യാന്ന് ഇങ്ങോട്ട് വന്ന് ന്യായീകരിക്കുക. അയാളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഇതിന് ഇയാളെ പോലുള്ള ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നാണം കെട്ടിയ ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി എന്തിനാ ഇങ്ങനെ ഈ കേരള ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇവനെ ഈ മാങ്കൂട്ടം അവൻ റേപ്പേർഡാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക, അതിന് പോലും സഹായിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇയാളെ മുഖ്യമന്ത്രിയായിട്ട് എത്ര നാളോടെ ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം? ഇത് വളരെ വിചിത്രമായിട്ടൊരു സംഭവമാണ്. പ്രതി അയാളുടെ മുമ്പിൽ തന്നെയുണ്ട്, പോലീസ് അയാളെ പിടിക്കാൻ പോയി, അവരെ പിടിക്കാൻ ഒക്കുന്നില്ല. ഇതെന്തോ ഏർപ്പാടാണ് ഇത്? കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുക, ഒരു 10 ഈ കേരളം നിറഞ്ഞാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പിടിക്കാൻ പറ്റുന്നത്. പണ്ട് വയലാർ രവിയെ പറ്റി കുറ്റം പറയുമായിരുന്നു, സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ലെന്നൊക്കെ. സുകുമാരക്കുറുപ്പിൻ്റെ അന്നത്തെ ഫോട്ടോ ഒക്കെ എന്ന് വെച്ചാൽ ഇത്രയും സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ല. പണ്ട് ഹിപ്പിയായിട്ടൊക്കെ പേപ്പറിൽ വന്നൊക്കെ പടങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാൻ വയ്യാത്ത ഒരു ആളും കേരളത്തിലില്ല, കേരളത്തിലുള്ള മലയാളികൾക്കും ഇല്ല. എന്നിട്ട് ഇയാളെ പിടിക്കാൻ വയ്യെങ്കിൽ താൻ പോയി വേറെ വല്ല പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.